ഇനി നമുക്ക് തക്കാളി ഇട്ടിട്ട് മോര് കാച്ചിരിക്കുന്ന തേങ്ങി നോക്കാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ റെസിപ്പി ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. തൈര് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന തൈരാണെങ്കിൽ തൈരിന് നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെക്കാം. അങ്ങനെ 2-3 ദിവസം തൈര് പുറത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ തൈര് നന്നായിട്ട് പുളിച്ച് കിട്ടും. എന്നിട്ട് നിങ്ങളുടെ തൈരിന് ആവശ്യത്തിനുള്ള പുളി ആയി കഴിയുമ്പോൾ പിന്നെ തൈര് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ട് ആ തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം, പച്ചമുളകും വേണം, സവോളയും വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവോള, ആ സവോള ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാനിവിടെ ഒരു 4 വലിയ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വേണം. ഇഞ്ചി ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി ചതച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങളത് അല്ലി പോലെ വിടർത്തിയിടണം. അല്ലെങ്കിൽ അത് കറിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കട്ട പിടിച്ച പോലെ കിടക്കും. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പച്ചമുളകും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വേണം, ഉണക്കമുളകും വേണം. പിന്നെ വേണ്ടത് കടുകാണ്. കടുക് ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഉലുവ വേണം. ഉലുവ വളരെ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 2 നുള്ളു ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ കറിയിലേക്ക് ചേർക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് ചേർക്കാം. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഉലുവയ്ക്ക് ഒരു കൈപ്രസ് ഉണ്ട്. അപ്പൊ കറിക്ക് ആ കൈപ്രസ് ഉണ്ടാവും. പിന്നെ ഇതേപോലെ മോര് കാച്ചിയെടുക്കുമ്പോൾ ചിലവര് അതിലേക്ക് വെളുത്തുള്ളിയും കൂടി അരച്ച് ചേർക്കും. വെളുത്തുള്ളി ഈ കറിയിലേക്ക് നമ്മൾ മൊരിയിച്ച് ചേർക്കുന്നുണ്ട്. പക്ഷെ അത് മൊരിയിച്ച് ചേർക്കുമ്പോൾ ആ പച്ച വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ഈ പച്ച വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇതേപോലെ മോര് കാച്ചിയെടുക്കുമ്പോൾ ചിലവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഈ തൈരിന്റെ കൂടെ അരച്ചിട്ട് ചേർക്കണം. ഈ തൈര് നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം, അല്ലെങ്കിൽ തൈര് കട്ട പിടിച്ച പോലെ കിടക്കും. അങ്ങനെ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇതേപോലത്തെ ഒരു വലിയ വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. ഈ വലിയ വെളുത്തുള്ളി ഇതേപോലെ നിങ്ങൾ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതയ്ക്കും. എന്നിട്ട് ഈ തൈരിന്റെ പൊടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കും. അപ്പൊ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെനിക്ക് അറിയാത്താണ്. ഈ മോര് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉലുവ ചേർക്കാം. ഉലുവ കരിഞ്ഞു പോകാണ്ട് നോക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആയാൽ മതി. അപ്പോൾ ഉലുവ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് സവോള ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം, പച്ചമുളക് ചേർക്കാം. അത് ഉലുവയ്ക്ക് മൊരിഞ്ഞ വഴിക്കാണ് നിങ്ങൾ വേഗം സവോളയ്ക്ക് ചേർക്കണം. ഇത് ഏറ്റവും ആദ്യം സവോള ചേർക്കാം. അപ്പോൾ ഈ സവോളയുടെ വെള്ളം കൊണ്ട് പിന്നെ ഈ ഉലുവയും കടുകൊന്നും കരിഞ്ഞു പോകില്ല. ഈ സവോളയ്ക്ക് മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇപ്പോൾ സവോളയ്ക്ക് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞാൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളുടെ പച്ച ടേസ്റ്റ് മാറണം, അല്ലെങ്കിൽ കറിക്ക് പച്ചമഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് ചൂടാവണം. ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തക്കാളി നന്നായിട്ട് വെന്തുടയേണ്ട ആവശ്യമില്ല. തക്കാളി നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതേപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് ഉടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് ഉടയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ തൈര് മിക്സിയിലിട്ടിട്ട് വെളുത്തുള്ളിയും കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. ഈ തീ ഓഫ് ചെയ്യുക. ആ തൈര് ചേർത്ത വഴിക്ക് തന്നെ തീ ഓഫ് ചെയ്യുക.
ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. തൈര് ചേർത്ത വഴിക്ക് തന്നെ നിങ്ങൾ തീ ഓഫ് ചെയ്യണം. പിന്നെ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഈ തൈര് ഒന്നുകൂടി നന്നായിട്ട് ചൂടായിക്കോളും. തൈര് നന്നായിട്ട് അങ്ങോട്ട് ചൂടായിട്ട് തൈര് അങ്ങോട്ട് നന്നായിട്ട് കിടന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞ പോലെ ആവുകയും ചെയ്യും. പിന്നെ ഈ കറി ഭയങ്കര വെള്ളം പോലെ ആവുകയും ചെയ്യും. അപ്പോൾ തൈര് നിങ്ങൾ ചേർത്ത വഴിക്ക് തന്നെ തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇപ്പോൾ തൈര് തക്കാളി ഇട്ടിട്ട് മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു കറി ഇത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾ തൈര് ചേർക്കുമ്പോൾ തൈരിന് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി അരച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ലുണ്ട് കറിക്ക്. ആ പച്ച വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ചിലവർക്ക് മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതേപോലെ വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ ആ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യുക. പിന്നെ ഞാൻ വാട്സപ്പിൽ മിയ കിച്ചൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ പേരൊക്കെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ മിയ കിച്ചൻ്റെ ഫേസ്ബുക്ക് ഐഡിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പേജിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും.